അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോളെ സമീറ, ആയിഷമ്മ വിളിക്കുന്നു. മോളെ. ആ ഉമ്മ. മോളെ ഒന്ന് മാറ്റിക്കാളി, നല്ലൊരു ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടാളി. ഉമ്മ, ഇത് പോരെ? അല്ല മോളെ, ഇപ്പം അടുത്ത് നമ്മൾ പുതിയ ഒന്ന് എടുത്തില്ലേ, ആ എടുത്താളി. ഉമ്മ അത് ഉമ്മച്ചി എനിക്കും പുതിയ ഡ്രസ്സ് ഇടണോ? മോളും പുതിയ ഡ്രസ്സ് ഇട്ടോ കേട്ടോ. ആയിഷമ്മ ചിരിച്ചു പോയി. ആ മണവാട്ടി കുട്ടിയും കൂടി മാറ്റിയിരിക്കാലോ. ഉമ്മച്ചി മാറ്റി തരും കേട്ടോ, രണ്ടുപേരും മാറ്റിക്കോയിട്ട്. ഉമ്മച്ചി എന്തിനാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? കല്യാണത്തിന് പോവല്ല, ആയിഷമ്മ പറഞ്ഞു. കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ മോളെ. നല്ല ഉമ്മച്ചി, ആയിഷമ്മ പറഞ്ഞു. ബാപ്പാൻ്റെ തന്നെയാണ് കുട്ടി, എന്തായാലും എല്ലാത്തിനും ഒരു ചോദ്യം ഉണ്ടാവും. കുറച്ച് സംസാരിക്കാൻ കഴിവുണ്ടായതുകൊണ്ട് തന്നെയല്ലേ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദായി മാറിയത്. ഈ നാട്ടുകാർക്ക് ഈ നാട്ടിൽ നിന്നും പുറംനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണ് ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ. സമീറയ്ക്ക് പേടി തോന്നി. ശരിയാണ്, എന്നും വീട്ടിലേക്ക് വരുന്ന ഉസ്താദൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ അറിയില്ല റബ്ബേ, മനസ്സിനുള്ളിലെ വല്ലാത്തൊരു ബേജാറ്. അവൾ ആയിഷമ്മ എടുത്തു കൊടുത്ത ആ ഒരു പർദ്ദയാണ് ധരിച്ചത്. അതിൽ കുറച്ചധികം കല്ലും മുത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ സമീറയ്ക്ക് അത്ര ഹെവിയൊക്കെ ഇടുന്നത് മടിയായിരുന്നു. പക്ഷെ സിമ്പിളാണ്, ബ്ലാക്ക് സ്റ്റോൺസ് ആണ് അതിൽ പതിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും പഠിച്ചോനെ, അതല്പം ഹെവിയായി പോവോ? ഇതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കാണാൻ വരല്ലേ. ഒരു പക്ഷേ ഉസ്താദ് എന്നെ ശരിക്കും ഒന്ന് കാണുമ്പോൾ എന്നെ പറ്റിയില്ലെങ്കിലോ റബ്ബേ. കാരണം എൻ്റെ തടിയൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും റബ്ബേ, എന്തായാലും ഉമ്മ പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടതൊന്നും പറ്റൂല. നേരിട്ട് കണ്ട് സംസാരിക്കന്നെ വേണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് നിക്കാഹ് നടത്തിയാൽ മതി. ആയിഷമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർത്തപ്പോൾ സമീറ വിചാരിച്ചു, ആയിക്കോട്ടെ, കണ്ടോട്ടെ, ശരിക്ക് സംസാരിച്ചോട്ടെ, എന്നിട്ട് പറ്റിയെങ്കിൽ മാത്രം മതി റബ്ബേ. അവൾ അവളുടെ പഴയ കാലം ഓർത്തു. അതെ, അവിടെ നിന്ന് ഒരുപാട്. പക്ഷേ മച്ചി എന്ന് വിളിച്ചത് റബ്ബേ, ഉസ്താദിനോട് അത് മറച്ചു വെച്ചാൽ അത് പഠിച്ചോനെ വലിയ കുറ്റായി തീരുമോ? എന്നെ അവർ മച്ചി എന്ന് വിളിച്ചിരുന്നു. ശരിയാണ്, 5 വർഷമായിട്ടും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ അയാൾ കയറി വരും, അങ്ങനെ. അല്ലാത്തപ്പോൾ മദ്യപിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും അങ്ങനെയൊക്കെ 5 വർഷം കഴിഞ്ഞു പോയതാണ്. അല്ലാതെ സ്ഥിരമായൊരു ദാമ്പത്യ ജീവിതം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ? എങ്കിലും അവരെനിക്ക് പേരിട്ടു മച്ചി. ഉസ്താദിൻ്റെ ആ പ്രഭാഷണത്തിൽ കേട്ടിരുന്നല്ലോ, സക്കരിയ നബി അലൈഹി സ്വലാമിന് 90 വയസ്സായതിനു ശേഷമാണ് മക്കളുണ്ടായതെന്ന്. അപ്പോൾ മക്കൾ ഉണ്ടാകാൻ ഒരു പ്രായമൊന്നും അല്ല, അതൊക്കെ പടച്ചറബ് വിചാരിക്കുമ്പോൾ അതിനനുസരിച്ചാണ് വരിക. അല്ലാ റഹ്മാനെ, നീ കാത്തു രക്ഷിക്കല്ല പഠിച്ചോനെ. അവൾക്ക് സത്യം പറഞ്ഞ സങ്കടം വിഷമം വന്നു. മോളെ, ബാങ്ക് കൊടുക്കാനായിട്ടോ. അത് പറഞ്ഞതും പള്ളിയിൽ നിന്ന് അതാ മനോഹരമായ ആ ഒരു ബാങ്കുലി കേൾക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഉളൂഹ് ചെയ്ത് നമസ്കരിച്ചു. പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ആയിഷവും കൂടെ ഉണ്ടാകും എപ്പോഴും നിസ്കരിക്കാൻ. സമീറയുടെ ഒരു മാക്സിയായിരുന്നു ആയിഷുവിന് കൊടുത്തിരുന്നത്. അതെ, സമീറ ചെയ്യുന്ന പോലെല്ലാം അവളും കൂടെ എപ്പോഴും നിസ്കരിക്കാനുണ്ടാവും. അങ്ങനെ ദുആ ചെയ്യലും എല്ലാം സമീറ പഠിപ്പിച്ചു കൊടുക്കും. പഠിച്ചോനെ അല്ലാ, നീ എനിക്ക് കുഞ്ഞിനെ തന്നിട്ടില്ലെങ്കിലും എൻ്റെ ഒരു കുഞ്ഞിനെ പോലെതാ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് റബ്ബേ. അല്ലാ, എല്ലാത്തിനും അവൾക്ക് ഞാൻ മതി. മോളെ, നിസ്കാരം കഴിഞ്ഞോ? ഉമ്മ. എന്നാ നീ മാറ്റിക്കാലിട്ടോ. ഏത് ഡ്രസ്സാറിയണത്? ഏറ്റവും പുതിയ എടുത്ത് എന്തായാലും കേട്ടോ. അവൾ നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാ റഹ്മാനെ, അല്ലാഹുവേ, ഞാനൊരിക്കലും പഠിച്ചോനെ ഒരാളെ ചതിക്കുകയല്ല കേട്ടോ റഹ്മാനെ. മക്കളുണ്ടാകാത്തത് അത് അല്ലാഹുവിൻ്റെ, അല്ലാതെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അല്ലെങ്കിലും അവരെന്നെ ഡോക്ടർ വരെ എന്നൊന്നും കാണിച്ചിട്ടില്ല. അവരങ്ങ് വിധി എഴുതിയതാണ് മച്ചിയെന്ന്. റബ്ബേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും എനിക്കറിയില്ല റഹ്മാനെ. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, പേരങ്ങനെ വീണ് കഴിഞ്ഞു. അല്ലാ, അത് ഉസ്താദിനോട് പറയാഞ്ഞാൽ അത് അവൾക്ക് വിഷമമായി. അവൾ അപ്പോൾ തന്നെ ഐഷുമ്മയുടെ അരികിലേക്ക് എത്തി. ഉമ്മ, ഞാൻ 5 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്
മക്കളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവർ വീട്ടുകാരൊക്കെ എന്നെ മച്ചി എന്നുള്ള പേരാണ് വിളിക്കുന്നത്. അപ്പുമ്മ അത് പറയാഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ആവുമോ? കാരണം നമ്മൾ ആരും ചതിക്കാൻ പാടില്ലല്ലോ. അതുമല്ല അത്ര ആലിമായ ഒരാളോട് നമ്മളിത് മറച്ചു വെച്ചാൽ അതിന് മോളെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ അടുത്താണ് മക്കൾ ഉണ്ടാവണം ഇല്ലാത്തതൊക്കെ. പിന്നെ ഉസ്താദിനോട് ഇപ്പം ഇത് മക്കളില്ല എന്നും പറഞ്ഞിട്ട് മോള് മക്കളില്ലാത്തതിൻ്റെ പേരിലെന്നല്ലോ അവിടുന്ന് പോകുന്നത്. മോള് ഉപദ്രവിച്ചിട്ട് പോകുന്നതല്ലേ. ശരിക്കും ദാമ്പത്യ ജീവൻ നടക്കാതെ എങ്ങനെ മോളെ മക്കളുണ്ടാവുക? ഏ ഐഷമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് സമീറ തലകുനിച്ചു. മോള് വിഷമിക്കണ്ട, ചെല്ല്, മോള് പോയി മാറ്റിക്കോ. ഇനിയിപ്പോ അല്ല സമയത്രായില്ലേ. അല്ല മോളെ, മോള് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ? ആ ഉമ്മ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇനിയിപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ അതും കൊണ്ട് കൊടുക്കാം. എന്തൊക്കെ തന്നെയാലും ഷാമോന് സാധനങ്ങളൊക്കെ കൊടുന്നു വന്നല്ലോ, അതൊക്കെ മോൾ ഉണ്ടാക്കിയും വെച്ചു. ഞാൻ പുറത്തത്തെ ഫുഡൊന്നും ഓർഡർ ചെയ്യണ്ടല്ലോ. ഉമ്മ, നമ്മൾ വീട്ടിലുണ്ടാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് മോളെ. അല്ലെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡിനേക്കാളും ടേസ്റ്റ് ചെയ്യും ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ. അല്ലുമ്മ, അപ്പം അത് പറയണ്ടേ, 5 കൊല്ലമായിട്ട് കല്യാണം എൻ്റെ കഴിഞ്ഞിട്ട് മക്കളൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത്? പൊന്നു മോളെ, മോള് പോയി മാറ്റിക്ക. എനിക്ക് വേറൊന്നും പറയാനില്ലേ. പടച്ച റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നാൾ പുസ്തകത്തിൻ്റെ ക്ലാസ് കേട്ടല്ലേനാ മക്കളില്ലാത്തതിനെ പറ്റി. അള്ളാഹു നൽകുന്ന ടൈമുണ്ട്, അപ്പോഴേ നൽകുള്ളൂ. ഇല്ലയെന്ന് വിചാരിച്ചാൽ ഒന്നും വിഷമിക്കണ്ട. പടച്ച റബ്ബ് ഓരോരുത്തർക്ക് ഓരോന്നും കണക്കാക്കും. പിന്നെ വിധിൻ്റെ കാര്യത്തിൽ മോൾക്ക് വിശ്വാസമില്ലേ? നമ്മൾ 2 ചുണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടും. ഇനിയിപ്പോൾ 7 ആകാശത്തിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് ലഭിക്കാനുള്ളത് അള്ളാഹു നൽകിയിരിക്കും. അതാണ് മോളെ വിധി. ഉമ്മ, അതൊക്കെ അറിയാം. പക്ഷെ ഉസ്താദിനോടത് പറയാതിരുന്നാൽ എൻ്റെ പൊന്നുമോളെ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്തേ അല്ലാ മോളെ, ഓളി ഇങ്ങോട്ട് എത്തി തോന്നുന്നുണ്ട്. അവൾക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഉമ്മ, അത് മോളെ പോയി മാറ്റിക്കോ. ഉമ്മ നിസ്കാരക്കുപ്പായം പൊന്തിച്ച് പിടിച്ച് അതാ വാതിലിനരികിലേക്ക്. വന്നോ പഠിച്ചോനെ. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കയറിയിരിക്കും മക്കളെ. ഷാമോനെ, 5 മണിക്ക് തന്നെ പുറപ്പെട്ടിരിക്കണം, ഉസ്താദിനെ കൊണ്ടുവരാൻ പോയിട്ടായിരുന്നു കണ്ട്. ഉമ്മ പിന്നെ ജമാഅത്ത് കഴിയാതെ. ഏതായാലും ഇരിക്കി മോളെ. ഇന്നേരം ഇപ്പോൾ വരൽ പതിവില്ലല്ലോ അല്ലേ? ഞാൻ ഇന്നേരം ഇഷാക്ക് ശേഷമല്ലേ വരാറുള്ളത്. ഇന്നിപ്പോൾ അപ്പോഴേക്കും ഐഷു ഓടി എത്തുന്നു. ഉപ്പച്ചി, ഇന്നുപ്പച്ചി നേരത്തെ വന്നല്ലോ. ഇന്നുപ്പച്ചി ഇവിടെ നിൽക്കുമോ? ഇൻഷാ അല്ലാ, അതൊക്കെ പിന്നെ കേട്ടോ. മോളെ സമീറ. ഉമ്മ മാറ്റിയോ? മാറ്റിയോ? അങ്ങനെ മതി. ആ പുതിയ പർദ്ദ അവൾ എടുത്തു വെച്ച ആ പർദ്ദ തന്നെ ഇട്ടു. വല്ലാതെ മൂത്തൊന്നും തൂക്കൊന്നും വേണ്ട. കാരണം എന്നെ കാണാനല്ലോ ഉസ്താദ് വരുന്നത്, എന്നെ മുഖമൊന്നും കാണണ്ടേ. അങ്ങനെ ഇങ്ങനെ ഒരു നോട്ടവും 2 നോട്ടവും കണ്ടു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ബാ മോളെ, തട്ടൊക്കെ ഒന്ന് ശരിക്കും ഇട്ടാളെ. ഹിജാബൊന്നും വേണ്ടേ. ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്കെന്ന് വെച്ചാൽ കാണൽ സുന്നത്താണ്. വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. കാട്ടിക്കാം. നല്ല തട്ടൊന്നും ഇങ്ങനെ ഇട്ടാലേ ആ മാർത്തമൊക്കെ ഒന്ന് മുണ്ടിട്ട് കാണ്ടേ മതി. വേണമെങ്കിൽ കുറച്ച് പൗഡർ അതൊന്നും വേണ്ടമ്മ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. സത്യം പറഞ്ഞാൽ സമീറ കൊച്ചു കുട്ടികളെ പോലെ അതാ ഐഷമ്മയുടെ അരികിൽ നിൽക്കുകയാണ്. മോളെ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, എൻ്റെ കൂടെ ഞാൻ ഉണ്ടല്ലോ. ഉമ്മ, ഷമ്മാസ് വിളിക്കുന്നു. എന്നാ മോളെ, ഈ ചായ കൊണ്ടേ കൊടുത്താളേ. ഇതാ. ഉമ്മ ചായ ഒഴിച്ച് അതാ അവളുടെ കൈകളിൽ കൊടുക്കുന്നു. ട്രേയിൽ വെച്ചിരിക്കുന്നു. എന്താ മോളെ എനിക്ക് ഇത്ര ബേജാറ്? ഉമ്മ, എനിക്കൊരു പേടി തോന്നും. എന്തിന്? ഒന്നുമില്ല, ചെല്ല് മനുകുട്ടി ചെല്ല്. അങ്ങനെ അതാ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് അവൾ വിറച്ചുകൊണ്ട് ആ ചായയുടെ ട്രേയുമായി ഒപ്പം ഐഷുവും പോകുന്നു, അവളുടെ പർദ്ദ പിടിച്ചുകൊണ്ട്. എന്നാൽ ഉമ്മ, ചെല്ല് മോളെ, ചെല്ല് മോനെ, ഷാമോനെ. ഉമ്മ. അങ്ങനെ അതാ ഉസ്താദിരിക്കുന്ന ആ റൂമിലേക്ക് അവൾ ചായയുമായി ചെല്ലുന്നു. ഒരു നിമിഷം ഉസ്താദ് സമീറയെ അടിമുടിയൊന്ന് നോക്കി. സമീറ. അവൾ നാണത്തോടെ തല താഴ്ത്താതെ ഉസ്താദിൻ്റെ നേരെ ചായ നീട്ടി. അതെ.
സമീറാക്ക് ഇത്ര മൊഞ്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മാഷാ അല്ലാ, ശരിക്കും മൊഞ്ചത്തി തന്നെയാണ് സമീറ. ഉസ്താദിൻ്റെ ആ വാക്കുകൾ കേട്ട് സമീറ തട്ടം കൊണ്ട് മുഖം മറച്ചു. ഏയ്, തട്ടം കൊണ്ട് മുഖമൊന്നും മറക്കണ്ട, ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ. എന്നാൽ ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ഐഷുവിന് സന്തോഷമായി. ഉപ്പച്ചി, നമ്മൾ ഉമ്മച്ചിനെ കാണാൻ നല്ല മൊഞ്ചാണ് അല്ലേ? ആ, അതേടി, ഉമ്മച്ചിയെ കാണാൻ ഉമ്മച്ചി മൊഞ്ചത്തി തന്നെയല്ലേ. സമീറ, ഒരു നിമിഷം സമീറ അവിടെ നിന്ന് ആ ചായ വെച്ചിട്ട് തിരിച്ചു പോന്നു. അല്ല മോളെ, എന്താ നീ ഇങ്ങോട്ടിന് പോകുന്നത്? അല്ല, ജസ്റ്റ് ചായ കൊടുത്ത് വന്നിട്ടുണ്ടാവും ഉമ്മ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ഒന്നും കൂടി രഹസ്യമായ റൂമിലായിരിക്കും നല്ലത്. ഒന്ന് വാതിൽ ചാരിക്കോട്ടെ അല്ലേ? ഉമ്മ കണ്ടില്ലേ, അത് മതി. അല്ല മോളെ, ഒന്നും ചോദിച്ചും പറഞ്ഞും ചെയ്തിട്ടില്ലല്ലോ. അത് എന്നാ ഷമ്മാസ്, ഉസ്താദെ കണ്ടോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? മാഷാ അല്ലാ, ഞാൻ മനസ്സിൽ വിചാരിച്ച മൊഞ്ചത്തി തന്നെയാണ് സമീറ. അല്ല ഉസ്താദെ, ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും. അപ്പോഴേക്ക് അവൾ പോയില്ലേ? എന്നാൽ പിന്നെ ഉമ്മ സമീറയോട് അങ്ങോട്ട് ചെല്ലാൻ പറയൂ ഒന്ന്. മോളെ ചെല്ല്, നീ എന്താ വേഗം പോകുന്നത്? ഉമ്മ, എനിക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അപ്പോൾ ഒന്നും കരുതണ്ട, മോൾ ചെല്ല്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനേ മോൾക്ക് അങ്ങോട്ടും ചോദിക്കട്ടോ. ഉമ്മ, എനിക്ക് എന്ത് ചോദിക്കാനാ? എനിക്കൊന്നുമില്ല ഉമ്മ ചോദിക്കാൻ. അല്ല മോള് എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞോ, ഇനിയിപ്പോൾ എന്താ? അങ്ങനെ ഏതാ ഉസ്താദ് ആ റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. ഷമ്മാസ് പറയുന്നു, എന്നാ ഇത്ത പോയിക്കോളൂ. അപ്പോഴും ഐഷു ഉപ്പച്ചിൻ്റെ അരികിൽ തന്നെയായിരുന്നു. അവൾ വീണ്ടും അതാ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് ചെന്നു. അവളുടെ മുഖം അവൾ പാതി മറച്ചിരുന്നു. സമീറ, നിന്റെ മുഞ്ചുള്ള മുഖമൊന്ന് ഞാൻ കണ്ടോട്ടെ ഒന്നുകൂടെ. അവൾ നാണത്താൽ ഒന്നുകൂടെ മുഖം മറച്ചു. എന്താ പെണ്ണെ ഇത്രയധികം നാണം? ഒന്ന് മാറ്റിക്കേ ആ തട്ടത്തിൻ്റെ മറയത്തിലുള്ള ആ മനോഹരമായ മുഖം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് അവൾ പതുക്കെ അവളുടെ തട്ടം നീക്കി. സമീറ, എന്നോട് ഒന്ന് ചോദിക്കാമല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കണില്ല, എനിക്കൊന്നും ചോദിക്കാമല്ല. എൻ്റെ കുട്ടിയെ, അതായത് ഉമ്മയില്ലാത്ത എൻ്റെ കുട്ടിയെ നോക്കാൻ സമീറയോളം ഒരാൾക്കും കഴിയില്ല എൻ്റെ സമീറ. അതുകൊണ്ട് തന്നെ ഞാൻ സമീറയെ തിരഞ്ഞെടുത്തതും സത്യമായിട്ടും വല്ലാഹി ഐഷുവിൻ്റെ ഉമ്മച്ചിയാകാൻ കൂടെ പോരൂലേ ഈ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് സമീറ ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, മതി, നിൻ്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ. അല്ല സമീറ, എന്നോടൊന്നും ചോദിക്കല്ലേ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു. എന്താ? അതായത് എൻ്റെ സുഹറ, അതെ, എൻ്റെ ഐഷുവിൻ്റെ ഉമ്മച്ചി, ഓള് പോയിട്ട് 2 വർഷമായിക്കണ്. പക്ഷേ കൂടെ അവളെൻ്റെ സ്വപ്നത്തിൽ വരികയാണ്. അതെ, നിന്നെ വിവാഹം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും ഐഷുവിനെ നോക്കണം ഉമ്മച്ചിയെ വിവാഹം കഴിക്കണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കഥകൾ. അതെ, ഓളുടെ കൂടെ ഞാൻ കൂടുതലൊന്നും ജീവിച്ചില്ല. അപ്പോഴേക്കും ഓൾ എന്നെ വിട്ടിട്ട് പോയി. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലായിരുന്നു. സത്യം പറഞ്ഞാൽ പള്ളി, മദ്രസ് അതെല്ലാം ഞാനങ്ങ് ഒഴിവാക്കി. എനിക്ക് കഴിയുന്നില്ലായിരുന്നു മാനേജ് ചെയ്യാൻ. സത്യമായിട്ടും അത് ഞാൻ ഏതൊരു ലോകത്തായിരുന്നു. എൻ്റെ പൊന്നുമോളെ, അതും പാല് കുടിക്കുന്ന എൻ്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ പലരും പറഞ്ഞു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. എൻ്റെ മനസ്സിൽ സുഹറ മാത്രമായിരുന്നു. സുഹറ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് എന്തിനാ എന്ന് വരെ. എന്നാൽ എനിക്ക് പുതിയൊരു ജീവിതത്തിന് താല്പര്യം തോന്നിയത് പുത്തൻ വീട് തറവാട്ടിലേക്ക് വന്നപ്പോഴാണ്. അതായത് അതെ, വഴിയിൽ വെച്ചൊരിക്കൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലേ? അന്നൊക്കെ തോന്നി ഏതൊരു പെണ്ണിനെയും രക്ഷിക്കണമെന്ന്. എനിക്ക്
എൻ്റെ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പായിട്ട് അവൾ പോയി. അതെ, പിന്നീട് എനിക്ക് അറിയില്ല. എൻ്റെ പൊന്നുമോളെ നിങ്ങളങ്ങ് ഏറ്റെടുത്തപ്പോൾ സത്യമായിട്ടും എൻ്റെ മനസ്സിലേക്ക് നിങ്ങളങ്ങ് കയറിക്കൂടി. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അതെ, നിങ്ങളെ ഒരുപാട് സംസാരിച്ചതല്ല. പക്ഷെ എന്തെന്നറിയില്ല, എൻ്റെ പൊന്നുമോളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി, അതെ, എൻ്റെ പൊന്നുമോൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഉമ്മച്ചിയെ കിട്ടാനില്ല എന്നുള്ളത്. സമീറ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരൂ, സമ്മതാണോ? അവൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് പതുക്കെ ഒന്ന് നോക്കി. അതെ, അവളുടെ മനോഹരമായ മിഴികൾ ഉസ്താദിൻ്റെ കണ്ണുകളിൽ പതുക്കെ ഇടക്കി. മാഷാ അല്ലാ, വെള്ളാരം കണ്ണുള്ള മനോഹരമായ പെണ്ണ്. ഉസ്താദേ, അത് എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. സമീറ, പറഞ്ഞോളൂ. എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ ഈ സമയം ഐഷമ്മയും ഷമ്മാസും അവിടെ ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയാണ്. പഠിച്ചോനെ, എന്തൊക്കെയാവും പറയണത്. അല്ലാ, ഞെക്കണ്ട് പറ്റി റെഡി ചെയ്യാൻ മതിയായിരുന്നു. ഉമ്മ, അതൊക്കെ റെഡിയാവും ഉമ്മ. അവർ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കട്ടെ, എന്നിട്ട് മതി ഉമ്മ. എന്താ, അതിനനുസരിച്ച് എല്ലാം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എല്ലാം കറക്റ്റായതിന് ശേഷം ഇത് ഒരുങ്ങിയാൽ മതി. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു മോളുള്ളതാണ്. പിന്നെ വെച്ചാൽ മറ്റവളുടെ അത് ഭർത്താവിനെ ഒഴിവാക്കിയതാണ്. പുതിയൊരു മാരേജ് ആണെങ്കിൽ ഇത്രയൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇതാവുമ്പോഴേ അവർ പരസ്പരം അറിയട്ടെ. അല്ല സമീർ, എന്താ നിർത്തിയത്? ഉസ്താദേ, എൻ്റെ ജീവിതത്തിലും ഒരുപാട് ത്യാഗങ്ങളാണ് ഞാൻ സഹിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന്. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ഐഷുമോളെ കിട്ടിയപ്പോൾ, അതും പുത്തൻവേടി തറവാട്ടിലെത്തി ഐഷുമോളെ കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി പോയി. അതെ, പഠിച്ച റബ്ബ് എനിക്ക് മക്കളെ തന്നിട്ടില്ല. 5 വർഷമായിട്ട് എനിക്ക് മക്കളില്ലാത്തതിന് പകരം അള്ളാഹു എനിക്ക് നൽകിയ പൊന്നുമോളാണ് ഐഷുമോള്. ഉസ്താദേ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. എന്താ സമീറ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഉസ്താദേ, എനിക്ക് 5 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് ആരുമില്ല, ഉമ്മയും ഉപ്പയില്ല. ആങ്ങളാരുണ്ട്, അവരെവിടേക്കാണ്. പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഐഷുമ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയാളെ ഞാനങ്ങ് ഒഴിവാക്കി. കാരണം എനിക്ക് ഒന്നും കൊണ്ടൊരു ഉപകാരമില്ലാത്തതായിരുന്നു. വെറുതെ ഉപദ്രവിക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഉസ്താദേ, 5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മക്കളൊന്നും ആയിട്ടില്ല. ഉസ്താദിന് ആ കാര്യത്തിൽ എന്തെങ്കിലും... സമീറ, മറ്റു കുഞ്ഞുങ്ങൾ വേണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത്. എൻ്റെ പൊന്നുമോളെ ഉമ്മച്ചി എന്നുള്ള രീതിയിൽ കൂടിയാണ്. അതെ, എൻ്റെ ഭാര്യയായിട്ട്. എന്തിനാ മറ്റു കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമുക്ക് അള്ളാഹു നൽകിയൊരു പൊന്നുമോളുണ്ടല്ലോ, ഐഷു, അതുണ്ടല്ലോ. പക്ഷേ ഇനിയും മക്കൾ നൽകിയാൽ നമ്മളതിനെ കൈനീട്ടി സ്വീകരിക്കും. എന്താ, അല്ലാതെ മറ്റൊരു ഉദ്ദേശത്തിലല്ല. എൻ്റെ കുട്ടിക്കൊരു ഉമ്മച്ചി വേണം എൻ്റെ ഭാര്യയായിട്ട്. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു നിമിഷം സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിതുമ്പുന്നത് കണ്ട് ഉസ്താദ് ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ കവിളിൽ നിന്ന് ആ കണ്ണീർ തുള്ളികൾ വീഴുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്ന പോലെ ഉസ്താദിന് തോന്നി. ഒരു നിമിഷം ഉസ്താദിൻ്റെ കൈകൾ അതാ അവളുടെ മുഖത്തിന് നേരെ പതുക്കെ. അല്ലാ, അസ്തഗ്ഫിറുല്ലാ. സമീറ, സോറി, ക്ഷമിക്കണം, അറിയാതെ. അവളുടെ ആ ഒരു കണ്ണീരിനൂടെ അവളുടെ മുഖത്തെ ആ പുഞ്ചിരി വിടർന്നപ്പോൾ അവളുടെ മുഖം കൂടുതൽ മനോഹരമായിട്ട് ഉസ്താദിന് തോന്നി. സമീറ, നിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്നുമില്ല പറയാനില്ല. നിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായും സമ്മതമാണ് എല്ലാം. എൻ്റെയോ അതുകൂടെ നീയൊന്ന്... ഉസ്താദേ, എനിക്കും സമ്മതം തന്നെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് അതാ ഉസ്താദിൻ്റെ അരികിൽ നിന്ന് പോകുമ്പോൾ, സമീറ, എന്നാ ഇൻഷാ അല്ലാ നമുക്ക് കാണാം കേട്ടോ. അത് പറഞ്ഞ് അവൾ നാണത്തോടെ മുഖം പൊത്തി നേരെ ഐഷുമ്മയുടെ അരികിൽ പോയി പൊട്ടിക്കരഞ്ഞു. മോളെ, എന്താ മോളെ കരയുന്നത്? ഉമ്മ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ച. മോളെ, ഒന്നും സാരല്ല,
എന്നാൽ അള്ളാഹു നിനക്ക് നൽകിയ നല്ലൊരു സോലിഹായ ഒരു മനുഷ്യനെ നിനക്ക് നൽകുന്ന മോളെ. ഓല് കഷ്ടപ്പെടുത്തൂല മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഐഷമ്മയുടെ നെഞ്ചിലേക്ക് സമീറ ചാഞ്ഞു. ഐഷമ്മ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഉമ്മ ഇല്ല മോളെ, ഒന്നും വിഷമിക്കണ്ട. ആ പിന്നെ ഞാൻ പോയി നോക്കട്ടെ. പിന്നെ മോളെ ഫുഡ്. ആ ഉമ്മ. അവൾ അതാ പഴയ രീതിയിൽ തന്നെ ആയി. വേഗം പോയി പർദ്ദഴിച്ചിട്ട് ഫുഡെല്ലാം ഒരുക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഉസ്താദേ, ഷമ്മാസ് അങ്ങോട്ട് ചെന്നു. ഉസ്താദിൻ്റെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഉസ്താദിന് സമീറയെ നല്ലോണം പിടിച്ചിട്ടുണ്ടെന്ന്. ഉസ്താദേ, അലിയാരെ കല്യാണം പുതുമ ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. ഷമ്മാസ് ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അതാ ഉസ്താദിൻ്റെ അരികിലേക്ക് ചെന്നു. മാഷാ അല്ലാ, ഷാമോനെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ഉസ്താദെ, കളിയാക്കല്ല, സത്യമായിട്ടും എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ടാണ്, സത്യമായിട്ടും. ആ നിമിഷം ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു. ഉസ്താദെ, അതെ, പാവപ്പെട്ട പെണ്ണാണ്, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കുന്നവൻ എന്തായാലും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല പ്രതിഫലം നൽകും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എത്തീമാണ്. എത്തീമായ കുട്ടിയെ സംരക്ഷിച്ചാൽ ഉസ്താദെ, ഷാമോനെ, എനിക്ക് എൻ്റെ പൊന്നും മോളെ അവൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവളെ സംരക്ഷിക്കാൻ നിർബന്ധമാണ്. അതെ, നിക്കാഹ് കഴിച്ചേ പറ്റൂ പെട്ടെന്ന്. എന്നിട്ട് എൻ്റെ കൂടെ കൂട്ടണം. അതെ ഉസ്താദെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ വിചാരിച്ചതിനേക്കാളും മനോഹരമാണ് എൻ്റെ സമീറ. ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ്, ഉസ്താദേ ആയിട്ടില്ലല്ലോ, ഇൻഷാ അല്ലാ ആവും വൈകാതെ കേട്ടോ മോനെ. ഉസ്താദ് ചിരിച്ചുകൊണ്ട് അതാ അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മ, മോനെ എങ്ങനെയുണ്ട്? പറ്റിയിക്കണോ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളിട്ടോ. പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം നമുക്കുണ്ട് ഇൻഷാ അല്ലാ അത് നിക്കാഹാണ്ട് കഴിക്കാം. പിന്നെ എന്തുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞോട്ടോ. ഉമ്മ എല്ലാം പറഞ്ഞു, അൽഹംദുലില്ലാ, എനിക്കവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാഷാ അല്ലാ, അവൾക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. മോനെ, അൽഹംദുലില്ലാ, പഠിച്ചോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ പൊന്നുമോനെ. പിന്നെ ഇപ്പോൾ പെണ്ണുകാളിൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നുമോൻ്റെ ഫാമിലിയിലൊക്കെ പറഞ്ഞോളൂ കേട്ടോ. എങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെയും കുറച്ച് നിക്കാഹ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ നാട്ടുകളൊക്കെ വിളിച്ചറിയിച്ച് ചെയ്യേണ്ടതാണല്ലോ. അതും പള്ളിയിൽ ഉസ്താദെന്ന് പറയുമ്പോൾ പഠിച്ചോനെ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരിക്കുമോ. ആ എന്തായാലും അതങ്ങോട്ട് നടത്താം. ആ പിന്നെ മോനെ, എന്നാൽ ഫുഡ് കഴിക്കല്ലേ? അതുണ്ടല്ലോ, അതിനിടയ്ക്ക് അതങ്ങ് മറന്നു. ആ ഉസ്താദെ, ഇങ്ങളിനി അതൊക്കെ മറക്കും. ഇനിയിപ്പോൾ ഫുഡൊന്നും വല്ലാതെ വേണ്ടി വരില്ല. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, എൻ്റെ പൊന്നു ഷമ്മാസേ, നീ ഇന്ന് എനിക്ക് പാരയാണല്ലോ. അല്ലുമ്മ, നിങ്ങളെ മോൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ആ ഓനെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മൂളിയാ മൂളി, ഞാൻ പറയുമ്പോഴൊന്നും മൂളൂല, അങ്ങനെയാണ്. ഓൻ പാട്ടൊക്കെ പാടുത്തുന്നു. ഇന്നിപ്പോൾ സന്തോഷമാണ് എൻ്റെ ഷാമോൻ, ഇന്ന് പെരുത്ത് സന്തോഷം. ഓൻ പോയിട്ടന്നില്ല. ഉച്ചക്ക് ഉസ്താദ് വരുന്നേരിച്ച് കണ്ട് അങ്ങനെ നിന്നു. പിന്നെ ഇനിയിപ്പോൾ ഓൻ പറഞ്ഞു അതാണ്ട് കഴിയട്ടെ, കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റേത് സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്നെ ഒരുപാട് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് സമീറയാണ്. അതെ, അവൾ ആ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ട് റബ്ബേ, എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു ഇഷ്ടമില്ലാത്ത മുഖം അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മുഖം എനിക്ക് കാണാൻ കഴിയാതെ ഞാൻ രക്ഷപ്പെട്ടു. ഉമ്മ എത്തിയപ്പോഴേക്കും അതെല്ലാം സെറ്റാക്കി. അതെ, അത് വല്ലാത്തൊരു സന്തോഷം തന്നെ. റബ്ബേ, അള്ളാഹുവേ, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ട് തന്നത് സമീറയാണ്. അതുകൊണ്ട് റബ്ബേ, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം റഹ്മാനെ. ഹൃദയം പൊട്ടി ഷമ്മാസ് പ്രാർത്ഥിച്ചു. ഉസ്താദേ, എന്നാൽ ഫുഡ് കഴിക്കല്ലേ? ആ, എന്നാൽ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു അന്ന് സമീറ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിനുള്ള എല്ലാ സാധനങ്ങളും അതാ ഷമ്മാസ് കൊണ്ടുവന്നിരുന്നു. സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു ഉസ്താദ്.
അല്ല ഉസ്താദ്, എന്തപ്പോ വല്ലാതെ കണ്ട് പോണില്ലല്ലോ? കഴിക്ക്. കഴിക്കുന്നുണ്ട്. ആ, ഇന്നിപ്പോ ചിന്തകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവില്ലല്ലേ? ഷമ്മസ് കളിയാക്കി കൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു ഷാമോനെ. എടാ, അങ്ങനൊന്നും പറയണ്ട ഉസ്താദിനോട്. അല്ലാ, അതെ ഉസ്താദ്, നിങ്ങൾ ഓൻ പറഞ്ഞ കാര്യമാക്കണ്ട കേട്ടോ. ഓൻ അങ്ങനെ പലതും പറയും. ഓൻ എന്താന്നില്ലേ, സന്തോഷം കൊണ്ടാണ്. ഓനക്ക് വലിയൊരു തൃപ്തിയാണ് നിങ്ങളെ കല്യാണം ഒന്ന് ശരിയായി കിട്ടിയാൽ. ഓനക്ക് ആകപ്പാടൊരു ഇതിനെക്കുറിച്ച് ഓൻ കുറച്ച് ദിവസത്തേക്ക് പറച്ചിൽ തുടങ്ങി. ഉമ്മ അതാണ്ട് കഴിക്കലാണ്, കാണാൻ വന്നോട്ടെ, അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കണേ. അപ്പം അങ്ങനെ ഓരോ തട്ടുമുട്ടും കൊണ്ടൊക്കെ ഇപ്പോൾ ഏതായാലും ഒത്ത് കിട്ടി. മാഷാ അല്ലാ. എന്തായാലും എൻ്റെ പൊന്നാരുസ്താദേ, നമുക്ക് അധികം വൈകിക്കണ്ട. ആ, അല്ലാ, ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. എന്തേ? അത് ഞാൻ തരാം. ഭക്ഷണം കഴിച്ച് അവർ കഴുകി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് കൊണ്ടുവന്ന ആ ഒരു കവറിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുന്നു. എവിടെ സമീറ? ആ, മോളെ, മോളെ ഒന്ന് സമീറ, മോളെ. ആ, എന്തോ ഉമ്മ? ഞാനും ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു. അതിനെന്താ? ഈ ചുരിദാറിലിട്ടത് അതിനെന്താ? ഒന്നും തട്ട ശരിക്കിട്ടാളാ. അല്ലോ വേണ്ടുമ്മ, പർദ്ദയില്ലാതെ. അതൊന്നും കുഴപ്പമില്ല. സമീറ, ഉമ്മച്ചി വിളിക്കുന്നുണ്ട്, ഉമ്മച്ചി വരേ. അല്ല, ഞാൻ മാറ്റിയിട്ടില്ല. അതെ, ഞാൻ ഇതാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അതാ ആ ഒരു കവറ് സമീറാക്ക് സമ്മാനമായി നൽകുന്നു. പിന്നെ ഞാനതങ്ങ് മറന്നുപോയിട്ടോ. ഇതിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഗിഫ്റ്റുണ്ട്. ഇൻഷാല്ലാ ഇനി നിക്കാഹിന്. സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാടാകെ അങ്ങ് സന്തോഷിച്ചു. അതെ, സന്തോഷത്തോടു കൂടി ഉസ്താദ് നീട്ടിയ ആ ഒരു ഗിഫ്റ്റ് സമീറ ഏറ്റുവാങ്ങി. മക്കളെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ റബ്ബേ. ഉമ്മ, എന്നാൽ ഞാനങ്ങോട്ട്. അല്ല ഉസ്താദ്, ഞാൻ കൊണ്ടായി തരാം. അല്ല ഷാമോന്, നടക്കുക, ഫുഡ് കഴിച്ചതിന് ശേഷം നടക്കാനല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ അല്ല, ഞാൻ കൊണ്ടാക്കി തരാം. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ല ഉസ്താദ്, എന്നാൽ ഞാൻ അങ്ങനെ പോയിക്കോളി. ഇന്ന് നാളെ മുതൽ നടന്നോളി. ഇന്ന് ഇപ്പോൾ ബൈക്കുമ്പോഴാണ് പോയിക്കോളി. ഷമ്മാസ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഉമ്മ, ഐഷു, ഉപ്പച്ചി പോയിട്ട് വരാട്ടോ. ഉപ്പച്ചിക്ക് അവൾ അതാ ഒരുപാട് മുത്തങ്ങൾ നൽകി. ഉപ്പച്ചിയെ, ഉമ്മ, പോയിട്ട് വരണട്ടോ. ആ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അങ്ങനെ അതാ പെണ്ണ് കണ്ട് ഉസ്താദ് തിരിച്ചു പോകുന്നു. ഷമ്മാസ് ഉസ്താദിനെ കൊണ്ടാക്കി കൊടുക്കുമ്പോൾ ഷമ്മാസ് പറയുന്നു, ഉസ്താദേ, നിങ്ങൾ ഉസ്താദ് ഒരിക്കലും കഷ്ടപ്പെടൂല. അത്രക്കും നല്ലൊരു പെണ്ണാണ് സമീറ. അതെ, ഇവിടെ ഇപ്പോൾ ഇത്ര ദിവസമായി ഒരു വാക്ക് കൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കുക ഒന്നും, എല്ലാ കാര്യത്തിലും നല്ല ഉഷാറാണ്. വിഭാഗത്തിലാണെങ്കിലും കുക്കിങ്ങിലാണെങ്കിലും വൃത്തിയിലാണെങ്കിലും ഐഷുവിനെയൊക്കെ നോക്കുന്ന കാര്യം എന്തിനേറെ എൻ്റെ പൊന്നു മോളെപ്പോലും എടുക്കാനും വെക്കാനും എല്ലാത്തിനും ഉഷാറാണ്. സത്യമായിട്ടും ഉസ്താദേ, നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യം നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. ഷാമോനെ, ഇൻഷാ അല്ലാ, അള്ളാഹു ഖൈറിലാക്കട്ടെ. ആമീൻ. അന്ന് സന്തോഷത്തോടു കൂടിയാണ് ഉസ്താദ് പള്ളിയിലേക്ക് എത്തിയത്. ഉസ്താദിൻ്റെ മുഖത്ത് ഒരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഷമ്മാസ് വീട്ടിലെത്തിയപ്പോൾ അതാ അവരൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. ഉമ്മച്ചി, ഗിഫ്റ്റ് പൊട്ടിക്കുക. ആ, പൊട്ടിച്ചോളി ഉമ്മ. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്ത്. അല്ല മോളെ, നീ തന്നെ പൊട്ടിക്കേ. അതൊരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അല്ലമ്മ, അതൊന്നും വേണ്ട, നിൽക്കാതൊന്നും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അതാ സമീറ ഉമ്മയുടെ കൈകളിലാണത് കൊണ്ടുപോയെടുത്തു. ഉമ്മ, അത് നിങ്ങൾ ഓപ്പൺ ചെയ്തോളി. അങ്ങനെ ഉസ്താദ് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ബോക്സ് അതാ ഐഷുമ്മ ഓപ്പൺ ചെയ്യുന്നു. മാഷാ അല്ലാ. അതെ, വളരെയധികം നല്ല സ്വീറ്റ് ഐറ്റംസുകളായിരുന്നു അതിൽ. എന്നാൽ അതിനിടയിൽ റോസാപ്പൂക്കൾക്കിടയിൽ ഒരു ചെറിയ കുഞ്ഞു ബോക്സ്. മോളെ, ഐഷുമ്മ അതെടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ മാഷാ അല്ലാ, അതിലൊരു ഡയമണ്ട് മോതിരമായിരുന്നു. സമീറ, മോളെ, മൻ്റെ കുട്ടി ഇവിടെ വന്നാണേ, ആ വിരലം നീട്ടിക്കാണേ. ഐഷുമ്മ തന്നെ അതാ അവളുടെ കൈകളിൽ അത് അണിയിച്ചു കൊടുത്തു. മാഷാ അല്ലാ, മോളെ മനോഹരമായിരിക്കുന്നു കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെറിയട്ടെ. ആ, മോളെ കാണാൻ വന്ന ആ ഒരു സന്തോഷത്തിനായിരിക്കും കേട്ടോ. ഏതായാലും അതെ, സമീറയുടെ കൈകളിൽ കിടന്ന് ആ മോതിരം വെട്ടിത്തിളങ്ങി. എന്നാൽ ചോക്ലേറ്റ്സും സ്വീറ്റ്സും കിട്ടിയപ്പോൾ ഐഷു അത് തിന്ന തിരക്കിലായിരുന്നു. എന്തൊക്കെ തന്നെയാലും നമ്മുടെ സമീറയുടെയും ഉസ്താദിൻ്റെയും പെണ്ണുകാണൽ വളരെയധികം റാഹത്തായിട്ട് കഴിഞ്ഞു. ആ രാത്രി സമീറക്ക്
ഉറക്കം വന്നില്ല. അതെ, ഉസ്താദിൻ്റെ ആ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.